പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ കയ്യാങ്കളി. അടൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോരുന്ന വിമർശനത്തെ തുടർന്നാണ് തർക്കം. രാജ്യഭീഷണി മുഴക്കിയ മുതിർന്ന നേതാവ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും വിമർശനം. ഇവരുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഈ ഒരു സാഹചര്യത്തിലായിരുന്നു കയ്യാങ്കളി ഉണ്ടായത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. ഇന്നലെ രാത്രി നടന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇരു വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് കയ്യാങ്കളിയും വാക്കുതർക്കവും ഒക്കെ ഉണ്ടായത്. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ യോഗത്തിൽ രണ്ട് നേതാക്കളാണ് പ്രധാനമായും ഇങ്ങനെ തർക്കത്തിൽ ഏർപ്പെടുകയും കയ്യാങ്കളിയിലേക്ക് പിന്നീട് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. തോമസ് ഐസക്കിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ പോരാ, അടൂരിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പാർട്ടി സംവിധാനം എത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടായിരുന്നു രണ്ട് നേതാക്കൾ തമ്മിൽ തർക്കം ആരംഭിച്ചത്. പിന്നീട് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് പ്രവർത്തകരും രണ്ട് നേതാക്കൾക്കൊപ്പം ചേർന്നുകൊണ്ട് കയ്യാങ്കളിയിലേക്കും വാക്കുതർക്കത്തിലേക്കും പിന്നീട് ഒന്നും തള്ളിലേക്കും വരെ കാര്യങ്ങൾ പോവുകയായിരുന്നു. മന്ത്രി VN വാസുദേവൻ പങ്കെടുത്ത യോഗത്തിലായിരുന്നു സംഭവം. VN വാസുദേവൻ സ്ഥിതിഗതികൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണം മോശമാണെന്ന വിമർശനത്തിലാണ് തർക്കം തുടങ്ങിയത്. പിന്നീട് ഇത് വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിലേക്കും ഒന്നും തള്ളിലേക്കും ഒക്കെ കാര്യങ്ങൾ പോവുകയായിരുന്നു. ഏപ്രിൽ 8-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടി അടൂര് നടക്കുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ശ്രദ്ധേയമാണ് അടൂരിലെ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മറ്റും. ഈ കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പിന് ശേഷം കർശന നടപടി ഈ കയ്യാങ്കളി സംഭവത്തിൽ ഉണ്ടാകും, നടപടിയെടുക്കും എന്നുള്ള വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ കർശന നടപടിയിലേക്ക് പോകുക. അസാധാരണമായ സംഭവമാണ് നടന്നത് എന്നുള്ള വിലയിരുത്തലും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മിഥുൻ മുരളിയാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.